നിർണായകമായ പാർലമെൻറ്റ് സമ്മേളനം ഈ 23-ാം തീയതി നടക്കുക. നിർണായകമാണോ? ഇല്ല നടക്കുമോ? നിർണായകമാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ സമ്മേളനത്തിൽ വരാൻ പോകുന്ന ബില്ലുകൾ നോക്കിയായിരുന്നു. ഞാൻ ബില്ല് താഴെ നിന്ന് വായിക്കാം. ഏറ്റവും അവസാനമുള്ളത് ആദ്യം വായിക്കാം. സഹകരണ സർവകലാശാല ബില്ല് വരുന്നുണ്ട്. രാഷ്ട്രീയ സഹകാരി വിശ്വവിദ്യാലയം, അതായത് സഹകരണ മേഖലയിൽ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു, അതിൻ്റെ ബില്ലുണ്ട്. ഭാരതീയ വായുയാൻ വിധേയക ബില്ല്, എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ബില്ലിൻ്റെ പേര് മാത്രമേ കേൾക്കുക, ഹിന്ദിയാണ്. മർച്ചൻറ്റ് ഷിപ്പിംഗ് ബിൽ, ഇന്ത്യ പോർട്ട്സ് ബില്ല്, കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ. ഇത്രയും ബില്ലുകൾ ഈ സമ്മേളനത്തിൽ വരുമെന്നാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തോന്നൊക്കെയും നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ. അതായത് രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് വഖഫ് ബില്ല് ഈ സെഷനിൽ കൊണ്ടുവരും. പക്ഷേ സെഷനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കടമ്പയുണ്ട്. സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി ജെ പി സി അതിൻ്റെ കരട് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നലെ ജഗദംബിക പാൽ, BJPയുടെ സീനിയർ നേതാവാണ്, പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്, ജെ പി സി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ നടപടിക്രമങ്ങളും തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉടൻ ബില്ല് തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുക്കും. അത്രയും പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ 1 മാസം എന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിനൊക്കെ അമിത്ഷായും കഴിഞ്ഞ ദിവസം കിരൺ റിജിജു, നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഒരു ബുദ്ധമതത്തിൽ നിന്നുള്ള ഒരാൾ, അറിയാമല്ലോ, കിരൺ റിജിജു ബുദ്ധമത വിശ്വാസിയാണ്, ഒരാൾ മന്ത്രിയാവുന്നത്. അദ്ദേഹം പറഞ്ഞു എന്ത് വന്നാലും ഈ സമ്മേളനത്തിൽ ബില്ല് പാസ്സാക്കും. അങ്ങനെയാണെങ്കിൽ ഈ വിൻ്റർ സമ്മേളനം അങ്ങേയറ്റം നിർണായകമാണ്. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചത്ത് തീ കോരിയിട്ടിരിക്കുന്ന വഖഫ് എന്ന ദുർബോധത്തിനെ പിടിച്ചു കെട്ടാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരട് ബില്ല് ഉടനെ മെമ്പർമാർക്ക്, JPCയിലെ മെമ്പർമാർക്ക് വിതരണം ചെയ്യുമെന്നാണ് ജഗദംബിക പാൽ പറയുന്നത്. ജഗദംബിക പാൽ വേറെന്നൂടെ പറഞ്ഞു, പക്ഷേ പ്രതിപക്ഷം എതിർക്കുകയാണ്. ഇന്നലെ അവസാനത്തെ സിറ്റിംഗ് ആയിരുന്നു. അവസാനത്തെ സിറ്റിങ്ങിൽ പ്രതിപക്ഷ MP-മാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. പറ്റില്ല, അവരാവശ്യപ്പെടുന്നത് ബില്ല് ഈ സമയം പോരാ, ഇനിയും നീട്ടി വെക്കണം. അതൊരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ബഹളം ഉണ്ടാക്കി. നോക്കൂ, നമ്മൾ ഈ JPCയുടെ മീറ്റിങ്ങിൽ 25 സിറ്റിംഗ് നടത്തി. ഇതുവരെ 25 സിറ്റിങ്ങും ഇവർ അലമ്പി. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, പിന്നെ ഇവർ മമതയുടെ പാർട്ടി TMC വെറുതെ ബഹളം ഉണ്ടാക്കുക. TMCയുടെ ഒരു MP മീറ്റിങ്ങിൽ കുപ്പി തല്ലിപ്പൊട്ടിച്ചു. അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കി. ഇവർ വന്നിട്ട് ഒരു കാര്യവും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവർ ഒരു ബില്ല് വെക്കുമ്പോൾ ബില്ലിന് ഇന്ന വ്യവസ്ഥ, ഇത്രാം വകുപ്പ് ശരിയല്ല, ഞങ്ങൾക്ക് ബദലൊരു വകുപ്പുണ്ട്, ഇങ്ങനെയല്ലേ പറയേണ്ടത് പ്രതിപക്ഷം. അല്ലാതെ കൂവുക, ബഹളം വെക്കുക, കുപ്പി അടിച്ചു പൊട്ടിക്കുക, ചില ബാറിൽ നടത്തുന്ന പരിപാടിയൊക്കെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ JPCയിൽ നടത്തിയത്. ഇവർ തന്നെ ആവശ്യപ്പെട്ടത് JPCക്ക് വിടണമെന്ന്. ഇവരാവശ്യപ്പെട്ട് JPCക്ക് വിട്ടു. ആ JPCയോ കലക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം. വളരെ സിമ്പിളാണ്. കാരണം മുസ്ലിമുകൾക്ക് ശരീഅത്ത് വിഭാവനം ചെയ്യുന്നത് പോലെ അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമാണ് വഖഫ്. ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന് നിരക്കാത്ത ഒരു കിരാത നിയമം. ആരുടെ ഭൂമിയും ഒരു കാരണവുമില്ലാതെ ഞങ്ങൾക്ക് തോന്നിയാൽ പിടിച്ചെടുക്കാം എന്ന് വഖഫിന് അധികാരം കൊടുക്കുന്ന ഒരു നിയമം, ഒരു കാട്ടു നിയമമാണ്. ആ നിയമം പരിഷ്കരിച്ച് ജനാധിപത്യപരമായി മുസ്ലിങ്ങളുടെ അവകാശം, വഖഫ് ചെയ്യാനുള്ള അവരുടെ അവകാശവും ആ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കാനുള്ള അവകാശവും നിലനിർത്തുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവൻ്റെ കിടപ്പാടം പിടിച്ചെടുക്കാനുള്ള പരിപാടിയുണ്ടല്ലോ, അത് മാത്രമാണ് റദ്ദാക്കാൻ പോകുന്നത്. അതിനുള്ള അധികാരം റദ്ദാക്കുന്നു. മുസ്ലിം വഖഫ് ചെയ്ത അതുപോലും വേറൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ കാണുന്നത്, എനിക്കത് മുസ്ലിം സ്ത്രീകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യൂണിഫോം സിവിൽ കോഡ്, പൊതു സിവിൽ നിയമം വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്ന മുസ്ലിം സ്ത്രീകൾക്കാണ്. കാരണം അവർക്ക് പിതാവിൻ്റെ സ്വത്തിന് അവകാശമില്ല. ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം പൊതു സിവിൽ നിയമം വന്നാലും പെൺകുട്ടികൾക്ക് പിതൃസ്വത്തിന് അവകാശം ഉണ്ടാവും. അതായത് പെൺമക്കൾ മാത്രമേ ഉള്ളെങ്കിൽ അച്ഛൻ്റെ സഹോദരന്മാർ കൊണ്ടുപോകും സ്വത്തുക്കൾ. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരുപാട് മുസ്ലിം ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമത് കല്യാണം കഴിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ വായിക്കുകയും നമ്മൾ ഒരുപാട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കറിയാം നിലവിലുള്ള ഒറ്റ മകളേ ഉള്ളൂ, മകൾക്ക് കിട്ടില്ല. അപ്പൻ്റെ അമ്മയുടെ മരണശേഷം അത് അച്ഛൻ്റെ സഹോദരങ്ങളുണ്ടാവും, മകൾക്കൊന്നും കിട്ടത്തില്ല. അതെന്ത് അനീതിയാണ്. അതിൽ പ്രതിഷേധിച്ച് വിവരമുള്ള മുസ്ലിം സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും 10-25 വർഷം കഴിഞ്ഞ് കല്യാണം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പ്രമുഖരടക്കം പ്രമുഖരുടെ ഒന്നും പേര് പറയുന്നില്ല, ആളുകൾക്കൊക്കെ അറിയാം.
അപ്പോൾ അങ്ങനെ ഈ കാട്ടു നിയമം മാറണമെന്ന് ആവശ്യപ്പെടുന്ന മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ അവകാശങ്ങൾ നൽകുന്ന, അവരുടെ പിതൃസ്വത്തിന് അവകാശം നൽകുന്ന, സാമൂഹികമായ അന്തസ്സ് നൽകുന്ന ഒന്നാണ് പൊതു സിവിൽ നിയമം, UCC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞു, മക്കളോട് ദേഷ്യമുള്ള ഒരു അച്ഛൻ വഖഫ് ചെയ്തെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ ആ പിതൃസ്വത്തിന് അവരെ അവകാശപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യവസ്ഥ പോലും ഉണ്ട്. മക്കളെ ഒന്നും നോക്കാത്ത തന്തമാരുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ അവർക്ക് ക്ലെയിം ചെയ്യാനുള്ള വ്യവസ്ഥകൾ പോലും ഉണ്ട്. പിന്നെ വഖഫിൻ്റെ ഈ പുതിയ നിയമ ഭേദഗതി പ്രകാരം അതിൻ്റെ കമ്മിറ്റികളിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതും കൂടാതെ മുസ്ലിം മതത്തിലെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സുന്നികൾക്ക് മാത്രമേ വഖഫ് ബോർഡിൽ മെമ്പറാകാൻ പറ്റുള്ളൂ. ഇല്ല, സുന്നി ഒഴികെ ഷിയ, ജമായത്ത്, മുജാഹിദീൻ ഇവർക്കെല്ലാം വഖഫ് പ്രാതിനിധ്യം വേണം. അവരെ കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ആരും പറയുന്നില്ല. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് ആരുടെയും സ്വത്ത് തട്ടിയെടുക്കാം എന്ന് പറയുന്ന വ്യവസ്ഥക്കെതിരാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നിയമം പാർലമെൻറ്റിൽ വരും എന്നിപ്പോൾ ഈ 8 ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വഖഫ് നിയമ ഭേദഗതി ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ സന്തോഷം നൽകുന്ന വകയാണ്. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപക്ഷ വിപ്ലവം തുടങ്ങി. ഇന്നലത്തെ അവസാനത്തെ മീറ്റിങ്ങിൽ ഭയങ്കര ബഹളം, മുദ്രാവാക്യം വിളിയൊക്കെ ആയിരുന്നു. ഇനിയും നീട്ടിവെക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും കുറേ നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഇത്രയും ദിവസം 25 സിറ്റിംഗ് നടത്തിയിട്ട് ഒറ്റ നിർദ്ദേശം കൊടുക്കാനില്ലാതെ ബഹളം വെച്ച് അലമ്പുണ്ടാക്കിയ ഇവന്മാർ പറയാണ് ഇനി നിർദ്ദേശം വെക്കാനുണ്ടെന്ന്. അപ്പോൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? ശരിക്കും നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഇനി 25 ദിവസം, അതായത് നമ്മുടെ ന്യൂനപക്ഷ മന്ത്രാലയം തന്നെ 5 ദിവസം എടുത്ത് 29 മണിക്കൂർ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം JPCക്ക് മുമ്പാകെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. എന്തായാലും ഇവർ ചെയ്ത വേറെ പണിയുണ്ട്. കോടിക്കണക്കിന് ആളുകളെ കൊണ്ട് പരാതികൾ ഏൽപ്പിച്ചു. എന്തിനാണെന്നറിയോ? വലിയ മാസമായിട്ട് വരുമ്പോഴത്തേക്ക് മാസ് പെറ്റീഷൻ അല്ല, ഒരുപാട് ആൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ മുഴുവൻ പരാതി അയക്കുക എന്ന് പറഞ്ഞു നിർദ്ദേശങ്ങൾ. അങ്ങനെ ഈ പരാതികൾ മുഴുവൻ ഒരു 2 കോടി 3 കോടി പരാതി കിട്ടിയ ഇത് മുഴുവൻ പരിശോധിച്ച് തീർപ്പാക്കാൻ എത്ര കാലം എടുക്കും? തീരരുത്, വൈകിപ്പിക്കാം. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് JPCയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നടക്കാതിരിക്കാൻ വലിയ തോതിൽ ഫ്ലഡ് ചെയ്തു പരാതികളും ആക്ഷേപങ്ങളും. പക്ഷേ ഇവർക്കൊരു അബദ്ധം പറ്റി. ഇവർ ചെയ്തതെല്ലാം ഒരേ പരാതി തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ലിങ്കിൽ കയറി അയക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരെണ്ണം നോക്കിയാൽ മതി, എല്ലാം ഒന്ന് തന്നെയായിരുന്നു. ഈ പറഞ്ഞ ഈ ആവേശം കാണിക്കുന്നതല്ലാണ്ട് ഇതിനകത്ത് ആൾ താമസം കുറവാണല്ലോ പലർക്കും. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ്. ഏതായാലും ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പുതിയ സാധനം വേണം, പുതിയ സമയം വേണം എന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ച് ഇവരിപ്പോൾ പ്രതിപക്ഷം സ്പീക്കർ ഇടപെടണമെന്ന് പറഞ്ഞിരിക്കുക. 25-ാം തീയതി സഭ കൂടുന്നതിൻ്റെ പിറ്റേ ദിവസം അവർ സ്പീക്കർ ഓം ബിർളയെ കണ്ടിട്ട് ഇപ്പോൾ അവതരിപ്പിക്കരുത്, നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ പോവാണ്. ഏതായാലും വഖഫ് ബില്ല് കേന്ദ്രം ഈ സമ്മേളനത്തിൽ കൊണ്ടുവരും എന്ന് പറയുന്നു. പക്ഷേ ചില വിദഗ്ധർ പറയുന്നുണ്ട് ചിലപ്പോൾ അല്പം കൂടെ കാലാവധി നീട്ടിയേക്കാം. കാരണം ഇത് വലിയ ഫോർമാലിറ്റീസ് ഉണ്ട്, വലിയ വോള്യം വരും. ഡ്രാഫ്റ്റ് ആണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള മറ്റ് അനുബന്ധ രേഖകളൊക്കെ വെക്കുമ്പോൾ ഇത് തയ്യാറാക്കണം, ഈ അംഗങ്ങൾക്കെല്ലാം വായിക്കാൻ കൊടുക്കണം, JPCയിലെ അംഗങ്ങൾക്ക്. അതിനുശേഷം പാർലമെൻറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് ചിലപ്പോൾ 1-2 ആഴ്ച ചിലപ്പോൾ വൈകിയേക്കും. ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ പാർലമെൻറ്റ് തുടങ്ങുന്ന 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം വരണമെന്നില്ല. 1 മാസം ഉണ്ട് പാർലമെൻറ്റ്. ഡിസംബർ 20 വരെ മറ്റോ ഉണ്ട് പാർലമെൻറ്റ്, 23 മുതൽ. അപ്പോൾ 1 മാസത്തോളം സമ്മേളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ആവണമെന്നില്ല. പിന്നെ മാത്രമല്ല ഇതോടൊപ്പം തന്നെ വഖഫിന് ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. നാളെ അദാനി എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ മറ്റന്നാൾ മുതൽ വലിയ സമരം, പാർലമെൻറ്റിൽ ബഹളം മുഴുവൻ അതായിരിക്കും. അദാനി ഇപ്പോൾ അറസ്റ്റ് ചെയ്യണം, തൂക്കിക്കൊല്ലണം എന്നാവശ്യപ്പെട്ട് സമരം ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അദാനിയെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സംസ്ഥാനങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ സോറോസിനെ കുറിച്ച് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത പ്രേക്ഷകരൊന്ന് കാണുക. അതായത് കർണാടകയിൽ സിദ്ധരാമയ്യ 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അദാനി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 14-ാം തീയതി ആന്ധ്രയിൽ രേവണ്ണ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവണ്ണ 100 കോടി രൂപ അദാനി ഫൗണ്ടേഷനിൽ നിന്ന് വാങ്ങിച്ചു സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോഴും അദാനിയെ വേണം. ഇപ്പോൾ ഗലോട്ട് മുതൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഉള്ള മുഖ്യമന്ത്രിമാർ അവരുടെ കാലത്ത് കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം മേടിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ മേടിച്ചിട്ടുണ്ട്, തമിഴ്നാട് മേടിച്ചിട്ടുണ്ട്, കേരളം വിഴിഞ്ഞത്തിന് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ സംസ്ഥാനങ്ങൾക്ക് അദാനി കൊള്ളാം. പക്ഷേ രാജ്യത്തിന് വേണ്ടി അദാനി ചെയ്യാൻ പാടില്ല. രാജ്യത്തിന് പുറത്ത് അദാനി ഒരു നിക്ഷേപം നടത്താനേ പാടില്ല. അമേരിക്കയിലോ കെനിയയിലോ ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ അദാനി ഒരു കമ്പനി തുടങ്ങിയാൽ
സമ്മതിക്കില്ല. കാരണം അത് ഈ ചൈനയുടെ ഫണ്ട് വാങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് സഹിക്കില്ല. കാരണം ചൈന മാത്രമേ ലോകത്ത് ഇടപെടാൻ പാടുള്ളൂ. കാരണം ചൈനയാണല്ലോ, ഇതേ പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണല്ലേ. ലോകത്ത് പല തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നു, വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കുന്നു, ഇതെല്ലാം ചൈന സൈനിക താവളങ്ങൾ നിർമ്മിച്ചു. അതല്ലേ, ആ ലൈനിലേക്ക് ഇന്ത്യ മാറുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഏതായാലും പാർലമെൻറ്റ് സമ്മേളനം വലിയ കലുഷിതമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അദാനി അതിനിടയ്ക്കായിട്ടായിരിക്കും ഈ അദാനി പ്രശ്നം കുത്തിക്കയറ്റാൻ ശ്രമിക്കുക. അല്ലല്ല, ആദ്യമേ മുതൽ അദാനി പ്രശ്നം ഉണ്ടാക്കും. ആദ്യമേ മുതൽ ഫസ്റ്റ് ഡേ മുതൽ നോക്കിക്കോ സംഭവിക്കാൻ പോകുന്ന പാർലമെൻറ്റ് ഒരു ദിവസം സമ്മേളിക്കാൻ എത്ര കോടി രൂപ ചിലവുണ്ടെന്നറിയോ? ഒരു സെഷൻ, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ചിലവ്. അവിടെയാണ് ഈ മരയുളകളായിട്ടുള്ള എം പിമാർ ചെന്നിട്ട് നിയമനിർമ്മാണ പ്രക്രിയയിൽ വ്യാപൃതരാവാതെ, അതാണ് അവരുടെ ജോലി. ലോ മേക്കിംഗ് ആണ്, നിയമനിർമ്മാണ സഭകളാണ് അസംബ്ലിയും പാർലമെൻറ്റും. അവിടെ ആ പ്രക്രിയയിൽ ഇടപെടാതെ ബഹളം വെക്കുക, ഡാൻസ് കളിക്കുക. പിന്നെ ഇത്തവണ ഒരു പാട്ടുകാരുടെ കുറവുണ്ടല്ലേ കേരളത്തിൽ നിന്ന്. അതല്ലാതെ സീരിയസ് കേരളത്തിൽ നിന്ന് എത്ര എം പിമാരുണ്ട്? രാജ്യസഭയിൽ ചിലപ്പോൾ ജോൺ മുട്ടാസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ലോക്സഭയിൽ പോകുന്ന ശിവദാസ്, മറ്റേ പ്രേമചന്ദ്രനുണ്ട്. പിന്നെ പ്രതിപക്ഷത്താണ് സുരേഷ് ഗോപി പോലുള്ള ആളുകളുണ്ട്, അല്ല ഭരണപക്ഷത്ത് നിന്ന്. അങ്ങനെ അതല്ലാതെ സീരിയസ് ആയി ഒരു ബില്ല് അവതരിപ്പിക്കുകയോ പഠിക്കുകയോ പ്രസൻറ്റ് ചെയ്യുകയോ ഇന്ന് എത്ര എം പിമാർ കേരളത്തിലുണ്ട്? മഹാഭൂരിപക്ഷം ആളുകളും അവിടെ പോയി കോമാളിത്തരം കാണിക്കാനും ബഹളം വെക്കാനും പേപ്പർ കയറി എറിയാനും നടുത്തളത്തിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് എം പിമാരായിട്ട് പോകുന്നത്. അത് വലിയ ദുര്യോഗമാണ്. കാരണം ഈ അസംബ്ലികളെ, പാർലമെൻറ്റുകളെ വിളിക്കുന്ന ലോ മേക്കിംഗ് ബോഡീസിനാണ് നിയമം ഉണ്ടാക്കലാണ് ജോലി. ഒരു നിയമം ഇപ്പോൾ ഞാൻ ഇതുവരെ സിനിമ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ വഖഫ് ബില്ല് വരുന്നു, വഖഫ് ബില്ലിനെ എതിർക്കുകയാണ്. ശരി, നിങ്ങൾക്ക് ഭേദഗതി വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ മുനമ്പത്ത് വെച്ച് കണ്ടു. എറണാകുളത്തു നിന്നുള്ളൊരു മുൻ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ്, അതിൻ്റെ പേര് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹം ഞാനവിടെ ഉണ്ട്, മാറി നിൽക്കുമ്പോഴാണ് ആളുകൾ ചോദിക്കുന്നു ഈ വഖഫ് നിയമം പ്രശ്നമല്ലേ, അതുകൊണ്ട് ഒരു മൈക്ക് ഓഫ് ചെയ്തെങ്കിൽ പറയാമെന്ന്. മൈക്ക് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു അതെ അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്നു. ഞാൻ സാക്ഷിയാണ്. പബ്ലിക്കായിട്ട് പറയാൻ വയ്യ. ഇവർക്കെല്ലാം അറിയാം ഈ വഖഫ് നിയമം മോശമാണ്, ഇത് മുസ്ലിങ്ങളെ സഹായിക്കുന്നതാണ്, ഇതുകൊണ്ടാണ് മുനമ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നവർക്കെല്ലാം അറിയാം. പക്ഷേ ഇവരുടെ രാഷ്ട്രീയ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇവർക്ക് വിടാൻ വയ്യ. ഇതാണ് നമ്മുടെ ഒരവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിന് കുഴപ്പമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് നിങ്ങൾ കൊണ്ടൊരു സെക്ഷൻ 4 അമെൻമെൻറ്റ് ഇന്ന കാരണം കൊണ്ട് അത് അങ്ങനെ വേണ്ട, അതിങ്ങനെ മതി, ഒരു സജഷൻ, ബദൽ നിർദ്ദേശം ഒന്നും പറയുന്നില്ല. നിയമമേ മാറ്റാൻ പാടില്ല, ഇതങ്ങനെ തുടരണം എന്ന് പറഞ്ഞാൽ വഖഫ് നടത്തുന്ന ലാൻഡ് ജിഹാദ്, ആരുടെ ഭൂമിയും ഞങ്ങൾക്ക് സ്വന്തമാക്കാം, വേണമെങ്കിൽ ഇന്ത്യ മുഴുവൻ വഖഫിനെ ആക്കാൻ പറ്റുന്ന നിയമം അനിയന്ത്രിതമായി തുടരണം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം എടുക്കുന്നത്. പാർലമെൻറ്റിൽ ഇപ്പം പാർലമെൻറ്റിൽ ഡ്രാഫ്റ്റ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ, കരട് നിയമം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കോപ്പി എല്ലാ എം പിമാർക്കും കിട്ടും. അത് പഠിച്ചിട്ട് ഇന്ന വകുപ്പ് പറ്റത്തില്ല, അതിന് ബദൽ ഇന്നത് വേണമെന്ന് എത്ര പേര് പറയും? ആരും പറയത്തില്ല. ഇവരെല്ലാവരും കൂടെ ആദ്യം ചെയ്യാൻ പോകുന്ന വഖഫ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ ബില്ല് ഒരു വലിച്ചു കയറി കളയും, പുറത്ത് വന്ന് കത്തിക്കും. പക്ഷേ ഇക്കുറി ഇത്തിരി വ്യത്യാസമുണ്ട്. ആരൊക്കെയാണ് വഖഫ് ബില്ലിനെ എതിർക്കുന്നത്, ആരൊക്കെയാണ് കേന്ദ്രം കൊണ്ടുവരുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമവ്യവസ്ഥ കീറിക്കളയുന്ന ആരൊക്കെയാണെന്ന് ജനം നോക്കും. തീർച്ചയായിട്ടും നോക്കി വെക്കും. ഇതുവരെ കാണാത്ത പോലെ TV ഒക്കെ വാച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇത്തവണ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെൻറ്റിൽ വഖഫ് ബിൽ ഭേദഗതി വരുമ്പോൾ എന്ത് നിലപാടെടുത്തു എന്നുള്ള വീഡിയോ കട്ട് ചെയ്ത് ഇവരുടെ വീഡിയോകൾ ചേർത്ത് നമ്മളൊരു വീഡിയോ ചെയ്യും, കേരളത്തിലെ എം പിമാർ എന്ത് നിലപാടെടുത്തു എന്നുള്ളത്. ഏതായാലും പാർലമെൻറ്റ് സമ്മേളനം ഇക്കുറി വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു സമ്മേളനമാണ്. അപ്പോൾ അദാനിയുടെ പേരിൽ തുടങ്ങി വഖഫ് വരെ ഒരു ബഹളം ഉണ്ടാക്കി എങ്ങനെയും അടിച്ച് ഇപ്പോൾ നോക്കിയോ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തായാലും നിർണായം തന്നെയാണ് അല്ലേ, വഖഫുമായി ബന്ധപ്പെട്ട് ഇത്രയും വിഷയം നിൽക്കുന്ന സമയത്ത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പാർലമെൻറ്റിൽ എന്ത് ഇഷ്യൂ ഉണ്ടാക്കും, ചിലപ്പോൾ സംഘർഷം ഉണ്ടാക്കും, സഭ കൂടാൻ സമ്മതിക്കത്തില്ല, അടികലശം ഉണ്ടാവാം, സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരാം, അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ബില്ല് അവതരിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന് വരും. പക്ഷേ അങ്ങനെ വന്നാൽ അത് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ നിശ്ചയദാർഢ്യത്തോടെ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സിറ്റിംഗ് കമ്മീഷൻ്റെ പ്രവർത്തനം പൂർത്തിയായെന്ന് ജഗദംബിക പാൽ പറഞ്ഞിരിക്കുന്നു. ഉടൻ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ഈ സെഷനിൽ ബില്ല് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.